So, hi everyone, Assalamu alaikum, and welcome back to another brand new episode of Munira's Kitchen Life, guys. Finally, we are back. എനിക്ക് തോന്നുന്നൊരു 3 കൊല്ലം അങ്ങാണ്ടായിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ആൻഡ് ഫൈനലി വി ആർ ബാക്ക്. വീഡിയോസ് ഇടാത്തതിന് കുറേ റീസൺസ് ഉണ്ട്. കാരണം കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ലൈഫിൽ നടന്നു. പിന്നെ പഠിത്തം അത് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ ഓട്ടത്തോടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വീഡിയോ ഇടാനൊക്കെ ആയത്. ഞാൻ 3 ദിവസത്തിനിടയ്ക്ക് ഇട്ടിട്ടില്ലെന്നല്ല, എന്തൊക്കെയോ ഷോർട്സ് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിവേ, പക്ഷെ ഒരു കാര്യം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സ്റ്റിൽ ഐ ആം സോ താങ്ക്ഫുൾ ടു ദ പീപ്പിൾ ഹു ആർ സ്റ്റേയിങ് ഇൻ മൈ ചാനൽ. കാരണം ഈവൻ ഇത്രയും നാളായിട്ട് വീഡിയോ ഇടാനിട്ടും അവർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ദേ ആർ സ്റ്റിൽ എ സബ്സ്ക്രൈബർ ഓഫ് അവർ ചാനൽ. എനിക്കൊന്ന് അങ്ങനെ ഒരു 700ഓളം ആൾക്കാരുണ്ട്. എനിക്കൊന്ന് അന്ന് നിർത്തിയപ്പോൾ ചെയ്യുന്ന ലൈക്ക് അൺഎക്സ്പെക്റ്റഡ്ലി സ്റ്റോപ്പ് ആയപ്പോഴത്തേക്ക് ഉള്ള ആൾക്കാർ എനിക്കൊന്ന് അതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ പോയി. എന്നാലും സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് മച്ച് സബ്സ്ക്രൈബേഴ്സ്. സോ ഐ എം സോ താങ്ക്ഫുൾ ടു യു ഗൈസ്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. ഇനിയും അങ്ങോട്ട് വേണം. സോ എനിവേ വി ആർ ബാക്ക്. അപ്പം ഇനി ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് ഞാൻ പറയാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? എങ്ങോട്ടുമല്ല ഗൈസ്, നമ്മൾ ബാംഗ്ലൂർ പോവുകയാണ്. ഇറ്റ്സ് ആൻ അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ്. ഒന്നും പറയാനില്ല. എനിക്കൊന്ന് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ രാവിലെ ഒരു 11 മണിയായപ്പോൾ നമ്മൾ ഈ സംഭവം അറിഞ്ഞു, ഇതുപോലെ ഒരു ഈവൻറ്റ് നടക്കുവാണ് നാളെ. സോ ഇൻട്രസ്റ്റ് ആയ ആൾക്കാർക്ക് വരാം, ബസ്സിനകത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നത്. സോ വി ഹാവ് എ റീസൺ. അതുകൊണ്ട് നമുക്ക് ബസ്സിൽ പോകുന്നത് പോസിബിൾ അല്ല. സോ വി ജസ്റ്റ് ടേക്ക് അവർ കാർ ആൻഡ് ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാണ്ട് വി ജസ്റ്റ് വെൻറ്റ്. അങ്ങനെയായിരുന്നു സംഭവം. സോ അന്ന് രാത്രി തന്നെ 11 മണിയായപ്പോൾ നമ്മൾ വിട്ടു. അപ്പം നിങ്ങൾ ആലോചിക്കും, 11 മണി ആലോചിക്കണം, അടുത്ത 11 മണിക്ക് 11:30 ആകുമ്പോൾ പ്രോഗ്രാമാണ്. പക്ഷെ നമ്മൾ രണ്ടും കൽപ്പിച്ച് 11 മണിയായപ്പോൾ വിട്ടു. ദാറ്റ് വാസ് അവർ കോൺഫിഡൻറ്റ്. കാരണം തിരക്ക് കുറവ് അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷേ യെസ്, വി റീച്ച് ദെയർ അറ്റ് ടൈം. സമയത്ത് നമ്മൾ എത്തി കേട്ടോ, അതൊക്കെ സെറ്റാണ്. അപ്പം അതാണ് സംഭവം. സോ ഈവൻ്റ് എന്താണ്, എന്തിനാ പോയേ, എല്ലാ കാര്യവും ഞാനിപ്പോൾ വീഡിയോയിൽ പറയും. സോ നമുക്ക് ഇത് വൈകിപ്പിക്കേണ്ട. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കണ്ണു തുറന്നപ്പോൾ ഇതേ തമിഴ്നാടൊക്കെ എത്തി. വാവ്, കൊള്ളാം. ഫസ്റ്റ് ടൈം ഐ എം ബീങ് ഇൻ തമിഴ്നാട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ബാംഗ്ലൂർ പോവുകയാണല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, ശരിയാണ് 3 സ്റ്റേറ്റ് കവർ ചെയ്യുന്നു. വാവ്, അടിപൊളി, ഭയങ്കര സന്തോഷം, ഭയങ്കര ത്രില്ല്. അതങ്ങനെ എഴുതും. ഓക്കെ, എനിവേ എന്താണ് സംഭവം, എന്തിനാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിയണ്ടേ? സംഭവം ഞാൻ പറഞ്ഞുതരാം. റീസെൻ്റ്ലി നമ്മളൊരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കമ്പനിയുടെ പേര് പറയുകയാണെങ്കിൽ ജസ്പേ എന്നാണ്. ഓക്കെ, ജസ്പേ ഇൻ്റർനാഷണൽ. അപ്പം അത് ഒരു റിയൽ എസ്റ്റേറ്റും ടൂറിസമൊക്കെ ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. സോ ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ അവർ കോടീശ്വരാക്കണം, അല്ലാതെ എംപ്ലോയി അല്ല. സോ അതാണ് എനിക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്. ഇനി ഇവ ആ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഓൺ ദ വേയിടാം. സോ അങ്ങനെ ഇരിക്കും. നമ്മൾ ആ കമ്പനിയിൽ പോയപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്, നമ്മുടെ കമ്പനിയുടെ MD ഡോക്ടർ നിഷാദ് അബൂബക്കർ സാറ്. എനിക്കൊന്നും ഞങ്ങൾ പോകുന്നത് ജൂലൈ 1-നാണ് കേട്ടോ. ഫസ്റ്റ് ടൈം കമ്പനിയിൽ ഒരു എൻ്റെ ഉമ്മയുടെ അനിയത്തി ഇതുപോലൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്ര ഒരു ട്രസ്റ്റ് വൃത്തിയായിട്ടല്ല പോയത്. പക്ഷെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അത്രമേൽ സന്തോഷം, അത്രമേൽ ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുള്ള മനസ്സോടെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ നമ്മൾ അന്നത്തെ ദിവസം പോയപ്പോഴാണ് അന്നത്തെ ദിവസം സാറ് നമ്മുടെ കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്ത ദിവസമായിരുന്നു. അന്ന് ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം അവിടെ നടന്നത്. അപ്പം ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്യും. ഞാൻ സത്യപ്രതിജ്ഞ വേണ്ടേ? അപ്പം നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ സാറിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കാണ്. അപ്പോൾ അത് നടക്കുന്നത് ബാംഗ്ലൂർ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, പെട്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ നമുക്കറിയായിരുന്നു ഇതുപോലെ സത്യപ്രതിജ്ഞ ഈസ് ഓൺ ദ വേ വരുന്നുണ്ട്, അപ്പം നമുക്ക് പോകാനുള്ള അവസരം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പെട്ടെന്നാണ് പറയുന്നത്, ഇപ്പോൾ നാളെയാണ് സാറിൻ്റെ ഇത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്, താല്പര്യമുള്ളവർ വരാൻ പറയുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഒന്നും പറയാനില്ല. MDയെക്കുറിച്ച് ലൈക്ക് എനിക്കൊന്നും പറയാനില്ല. ഹി ഈസ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ ഐ എവർ മെറ്റ്. സച്ച് എ മോട്ടിവേറ്റിംഗ്, ഇൻസ്പയറിങ്. എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടാത്തൊരു വ്യക്തിയാണ്. സോ ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ ടു ഒറ്റ വാക്കിലൊന്നും നിർത്താൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. സോ
വെരി സിമ്പിൾ മാൻ, വെരി പവർഫുൾ മാൻ, എന്താ പറയുക, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. സോ അപ്പം ആളുടെ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മൈ ഓൺ. സോ നമുക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ആദ്യമായിട്ട് ബാംഗ്ലൂർ പോകാൻ കിട്ടിയ ചാൻസ് എല്ലാം ഉണ്ട്. എല്ലാ ത്രില്ലിലുമാണ് നമ്മൾ ഈ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ മിനിറ്റും നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്പിൽ എവിടം വരെ എത്ര നേരം ഇനി എടുക്കുമെന്ന് നോക്കുമ്പോൾ ഈ സമയം കുറഞ്ഞു വരുമ്പോൾ അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല, അത്രമേൽ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ആളുടെ സത്യപ്രതിജ്ഞയ്ക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ സംഭവം കൂടി പ്ലാൻ ചെയ്തു. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ഞാൻ ഈ പോകുന്ന സ്ഥലത്തുനിന്ന് 1 മണിക്കൂർ ദൂരെയുള്ള ആളുടെ ഹോസ്റ്റലിലേക്ക്. അപ്പം ഞാൻ എന്തായാലും ഈ ബാംഗ്ലൂരിലോട്ട് പോയൊരു ചാൻസ് കിട്ടിയപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യണമെന്ന്. കാരണം ആൾക്ക് എപ്പോഴും ലൈക്ക് നമ്മൾ അറിയാമല്ലോ, ദൂരെയാണ്, നമുക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലമാണ്. സോ നമ്മളവിടെ പഠിക്കുന്നൊക്കെയാണെങ്കിൽ നമുക്ക് എപ്പോഴും പോകാൻ വരാം എല്ലാം ചെയ്യും. പക്ഷേ ഷീസ് ലൈക്ക് മൈ സോൾമേറ്റ്, ഭയങ്കര അറ്റാച്ച്ഡാണ് ഞങ്ങൾ. അപ്പം ലൈക്ക് എ സിസ്റ്റേഴ്സ് വിത്തൗട്ട് ബ്ലഡ് റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പറയില്ല, നമ്മൾ അങ്ങനെയാണ്. അപ്പം എനിക്ക് അവൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഞാൻ അവളോട് എപ്പോഴും പറയും, നോക്കിക്കോ മോളെ, എനിക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ വരും, നോക്കിക്കോ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ സംഭവം, ഈവൻ ഞങ്ങളുടെ MD ഞങ്ങളുടെ സാറ് എപ്പോഴും പറയും ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളൊരു സാധനം അത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ച ആ സാധനത്തിന് വേണ്ടി ഈ പ്രപഞ്ചം പോലും അത് നമ്മുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അത് സത്യമായിട്ടും അതാണ് സത്യത്തിൽ നടന്നത്. ഞങ്ങൾക്ക് അത്രയും വലിയൊരു ആഗ്രഹമായിരുന്നു അത്. അവളുടെ അടുത്ത് അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് അവളെ സർപ്രൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം. അതും ഈ ഒരൊറ്റ ട്രിപ്പിൽ നടന്നെന്നുള്ളതാണ് സത്യം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്. അത് എൻ്റെ ചാനലിലാണ് ഞാൻ ഇട്ടേക്കുന്നത്, അവളെ സർപ്രൈസ് ചെയ്തത്. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, താല്പര്യമുള്ളവർ പോയി കാണാം. ആൻഡ് ഞാനത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നല്ല നല്ല വീഡിയോസ് ഓൺ ദ വേ ആണ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളിതേ ഒറ്റ 5th ഗിയറിലൊക്കെ അങ്ങ് പറപ്പിച്ച് വിടുക. കാരണം എത്തണ്ടേ, അത്രയ്ക്കുണ്ട് ദൂരെ. അങ്ങനെ ഒരു ത്രില്ലിലങ്ങ് ഇറങ്ങി. അപ്പോൾ പിന്നെ സമയത്തെത്തിയില്ലേ, പിന്നെ പോയതിന് വലിയ കാര്യവുമില്ല. അങ്ങനെ നമ്മൾ പോയാണ്. അപ്പോൾ ഇത് തമിഴ്നാടാണ് കാണുന്നത്. നമുക്ക് എന്തായാലും ബാംഗ്ലൂർ എത്തിയ വിഷ്വൽസ് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മളിതേ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ദേ ആ കണ്ണട എടുത്തൊക്കെ കാണാൻ മനസ്സിലായല്ലോ, ബാംഗ്ലൂരാണ് ഗൈസ്. അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക്കാണ്, അറിയാമല്ലോ ബാംഗ്ലൂരിലെ അവസ്ഥ ഞാൻ ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല, അത്ര ട്രാഫിക്കാണ് അവിടെ. പക്ഷെ ആ ട്രാഫിക്കിലും നമ്മളവിടെ എത്തി എന്നുള്ളതാണ്. അങ്ങനെ ഫൈനലി നമ്മളിതേ ആ പരിപാടിയിലെത്തി. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് പരിപാടിയൊന്നും സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു. ജസ്റ്റ് എല്ലാവരും അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറേ പേര് സാറിൻ്റെ പുതിയ ഓഫീസൊക്കെ കാണാൻ വേണ്ടി അവിടെ പോയേക്കുമായിരുന്നു. അപ്പോൾ ദേ എല്ലാവരും ഇനി സ്റ്റേജിൽ വന്ന് എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് ഞാനപ്പോൾ എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഭയങ്കര ഉറക്കക്ഷീണം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ത്രില്ലിലൊക്കെ ഇവിടുന്ന് ഇറങ്ങി, പക്ഷെ അവിടെ ചെന്നപ്പോഴത്തെ ഭയങ്കര ഉറക്കം വരവാണ്. വീഡിയോ എടുക്കണമെന്നുണ്ട്, അതിൻ്റെ അപ്പുറം ഉറക്കം വരവ്. കാരണം ഭയങ്കര ലോങ് യാത്രയല്ല. ഞാനും എൻ്റെ കസിൻ ബ്രദറും മാറി ഓടിച്ചത്. കൂടുതലും അവനാണ് ഓടിച്ചത്. എന്നാലും നമ്മൾ ലൈക്ക് ഉറങ്ങാൻ പാടില്ലല്ലോ, ഡ്രൈവേഴ്സ് രണ്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ സീനല്ലേ. അപ്പം നമ്മൾ മാക്സിമം ഉറക്കം പിടിച്ച് നിർത്തിയത് നമുക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. പക്ഷെ എന്നാലും ഉള്ളിൽ ഈ സന്തോഷം നിൽക്കുന്നത് കൊണ്ട് എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇച്ചിരി പെട്രോൾ അതിലോട്ട് അത് ആളിക്കത്തുന്നതല്ല, അതുപോലെയാണ് ഉള്ളിലൊരു സന്തോഷം നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഉറക്കം വന്നാലും അങ്ങ് പൊക്കോളും. അങ്ങനെ നിൽക്കുമായിരുന്നു ഞങ്ങൾ. ഫൈനലി അവർ പ്രോഗ്രാം തുടങ്ങി. ഫുള്ള് ഷൂട്ടിങ് ക്യാമറ ഇത് തന്നെയായിരുന്നു. എനിക്ക് ആണെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവരെല്ലാം കൂടി ഫ്രണ്ടിൽ പോയി കയറി നിൽക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോ സെറമണി ആയിട്ട് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ ഒരു വെൽക്കം സ്പീച്ചായിരുന്നു. എന്താ പറയണേ ഏതാ പറയണേ എന്ന് വലിയ ബോധമൊന്നുമില്ല. കാരണം എനിക്ക് ആകെപ്പാടെ സാറിൻ്റെ സത്യപ്രതിജ്ഞ അത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണം, എൻ്റെ കയ്യിൽ വൺ ഓഫ് ദ കോർ മെമ്മറി ആയിട്ട് വെക്കണം എന്നേ മൈൻഡിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു. അല്ലാതെ സെറമണി എന്താണെന്ന് ഏതാണെന്നൊന്നും ഓടുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വെൽക്കം സ്പീച്ചും കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും എണീറ്റ് നിന്ന് ഈ സെറമണി അവർ ഇനോഗ്രേറ്റ് ചെയ്യുകയാണ് ഓരോരുത്തരായിട്ട്. ഇവർക്ക് ആരാണ് എന്താണെന്ന് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് അത്ര ഐഡിയ ഇല്ല, അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്ത. അല്ലാണ്ട് ഐ എം നോട്ട് ഡിസ്റെസ്പെക്ടിങ് ദം, അങ്ങനെയൊന്നുമല്ല.
എനിക്കത് വലിയ ഐഡിയ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത്. സോ അവർ മെയിൻ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് കേട്ടോ ഈ നിൽക്കുന്ന എല്ലാം. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് തിരികൊളുത്താൻ തുടങ്ങി. അങ്ങനെ ഫൈനലി സെറിമണി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് എല്ലാവരും നിന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഫുള്ള് ക്യാമറയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഞാൻ വീഡിയോ എടുത്തത് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം ഇടതും വലതും എല്ലാം ഫോട്ടോസ് വീഡിയോസായിട്ട് ഫുള്ള് ക്യാമറ. ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാവരും ക്യാമറ ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര പാടാണ് എടുക്കാൻ. പക്ഷെ ബട്ട് സ്റ്റിൽ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ടേക്ക് ഗുഡ് വിഷ്വൽസ്. അങ്ങനെ നമ്മൾ ആ സെറിമണിയിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നീട് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇതിനെക്കുറിച്ചും പിന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഫീമെയിൽസിൽ ആരോ ഒരാൾ IAS ഓഫീസർ അങ്ങാണ്ടായിരുന്നു കേട്ടോ. അതാരാ ഏതാണെന്ന് ക്ലിയർ എനിക്ക് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിട്ട് വരാനത്. എനിവേ ഭയങ്കര നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. പെട്ടെന്ന് നടത്തിയാണെങ്കിലും അത്യാവശ്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മളാ ഒരു കമ്പനിയിൽ നിന്ന് തന്നെയായിരുന്നു മുക്കാലും അതിനകത്തെ ക്രൗഡ്. ലൈക്ക് സാറിന് അത്ര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ തന്നെയായിരുന്നു കൂടുതലും അതിനകത്ത് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വളരെ ചുരുക്കമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ അവിടെ കണ്ടത് നമ്മുടെ ആ ഒരു കമ്പനിയുടെ ആ ഒരു ഐക്യബലം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു ടീം, അല്ലെങ്കിൽ നമ്മുടെ സാർ എന്നൊരു സാധനമൊക്കെ ഇല്ലേ, അതായിരുന്നു ഞാൻ അവിടെ ശരിക്കും കണ്ടത്. സോ ഞാൻ ഒന്നും പറയണില്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, വിഷ്വലി തന്നെ ക്ലിയർ ആയിട്ട് കാണാം. ലൈക്ക് ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. ലൈക്ക് നമുക്ക് നമ്മളിലൊരാളാകുന്ന ഒരു ഫീലായിരുന്നു വെൻ സാവ് ബിക്കം ദി ട്രേഡ് കമ്മീഷണർ ഓഫ് ദി കേരള. അങ്ങനെ ഇവരുടെ ഈ കൗൺസിലിലുള്ള മെയിൻ ആൾക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഈ കൗൺസിലിലെ NIRDCയുടെ ചെയർമാനെയാണ് വിളിക്കുന്നത്. അവർ ഒരു മൊമൻറ്റോ പോലത്തെ എന്തോ ഒരു ഐറ്റം സാറിന് കൊടുത്തിട്ടാണ് അവർ വെൽക്കം ചെയ്തത്. പിന്നെ അതിൻ്റെ വിഷ്വൽസും ഫോട്ടോസൊക്കെയാണ്. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്പീച്ചായിരുന്നു. അദ്ദേഹം അങ്ങനെ കുറേ നേരം നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് നമ്മുടെ ഓത്ത് അഥവാ സത്യപ്രതിജ്ഞ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് സത്യപ്രതിജ്ഞ പറയാനും പിന്നീട് അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റോ മൊമൻറ്റോയോ അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് നമ്മുടെ ആളുടെ എൻട്രിയാണ് ഗൈസ്. സോ ഞാൻ കാണിച്ചുതരാം. Good afternoon. I, Nishad Abubakar, I having been appointed the position Trade Commissioner, I solemnly affirm that the following: that I faithfully discharge my duties and responsibilities as a member of the National Industries Research Development Council, that I will uphold and defend the Constitution, values and laws of our nation, that I will serve with integrity, objectivity and commitment to the advancement of National Industries Research and Development Council, that I will place public interest above personal or sectional interests, that I will foster innovation, transparency and collaboration in all my professional conduct, and that I will at all times act with intelligent diligence, professionalism and respect for the vision and mission of the council. Jai Hind.
Now I would call in Naveen Kumar, Deputy Admin. യെസ്, അങ്ങനെ ഫൈനലി ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ ഫുള്ള് കൺഗ്രാജുലേഷൻസും ആർപ്പുവിളിയും എൻ്റെ പൊന്നെ ഫുള്ള് ഫോട്ടോ എടുപ്പും ഇതൊക്കെ തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് സാറിൻ്റെ ഫാമിലി. ഒന്നും പറയാനില്ല. കണ്ടില്ലേ, ചുറ്റും നിൽക്കുന്ന എല്ലാം നമ്മുടെ ടീംമേറ്റ്സാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും നമ്മളെങ്ങനെയാണ് സാറിനും സാറ് നമുക്ക് എങ്ങനെയാണെന്നും. പിന്നെ ദേ അവിടുത്തെ തന്നെ ന്യൂസ് ചാനൽസും അങ്ങനെയൊക്കെ ചെറിയ ഇൻ്റർവ്യൂവിന് സാറിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. 28,000 കോടി രൂപ നമ്മ ചെറിയ ആളുകൾക്കെല്ലാം ബിസിനസ് വേണ്ടി പാസ്സാക്കി വെച്ച് ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ അത് 28,000 കോടി രൂപ പാസ്സാക്കാൻ 29 സംസ്ഥാനങ്ങളും ഓരോ ട്രേഡ് കമ്മീഷണർ, അതൊക്കെ പിന്നെ 2-3 ഡെവലപ്മെൻറ്റ് കമ്മീഷൻ അങ്ങനെ വെച്ചുകൊണ്ടുള്ള NIRDC ഡെവലപ്മെൻറ്റ്സ് അവരാണ് ഇത് ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷനായിട്ട് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ മുന്നോടി ആയിട്ട് തന്നെ അവിടെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ലോ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ് ആളുകളിലേക്ക് വലിയൊരു രീതിയിൽ അവരെ ഒന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സംരംഭത്തെ രീതിയിൽ ആദ്യത്തെ കാൽവയ്പ്പാണ് ഇന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷൻ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാനും എൻ്റെ കൂടെയുള്ള വലിയ ടീമും കൂടി ചേർന്നുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു ശതമാനം ആളുകളെ സംരംഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണിത്. ഇറ്റ്സ് ജസ്റ്റ് ഫോർ അങ്ങനെ ഒരു വഴി കൂടെ ഇൻ്റർവ്യൂ നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു വഴി കൂടെ ഫോട്ടോഷൂട്ട്. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് അത് അറിയത്തില്ല എന്താ പറയേണ്ടത്. അത്ര അടിപൊളിയായിരുന്നു ഈവൻറ്റ്. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സ്പെഷ്യലായിട്ടുള്ളതാണെന്ന് വിശ്വാസം. എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് അത് ബാംഗ്ലൂർ സ്പെഷ്യലായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എന്താണ് ഈവൻ അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ലൈക്ക് മുറുക്കാൻ പോലത്തെ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ വരെ എല്ലാം ഉണ്ടായിരുന്നു. സോ മൊത്തത്തിൽ പറഞ്ഞ ഒരു അടിപൊളി ഈവൻ്റ് ആയിരുന്നു. സ്വീറ്റ്സും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഐറ്റംസൊക്കെ. അപ്പോൾ ഇവിടെയും ചെന്നപ്പോൾ അതും ഉണ്ടായിരുന്നു. ഫുള്ള് മൊത്തത്തിൽ ഒരു അടിപൊളി സംഭവമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷ്വൽസിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ടീമായിട്ട് നമ്മളെങ്ങനെയാണ് നിൽക്കുന്ന, സാറ് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടെ തന്നെ അറിയാം. സോ ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ റെഡി ഓക്കേ റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ടില്ലേ, ഞങ്ങൾ ടീംമേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാർ എത്ര സ്പെഷ്യലാണെന്ന് ഈ ഒരു ഒറ്റ വിഷ്വൽ മതി മനസ്സിലാക്കാൻ. സോ അങ്ങനെ ആ ഈവൻ്റ് എൻഡായി. അതിനുശേഷം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യാൻ പോയി. അവിടെയും നമുക്ക് കുറേ റിസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ്. അപ്പം നമ്മുടെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതായിരുന്നു ഒരു ബാംഗ്ലൂർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബാംഗ്ലൂർ ട്രിപ്പ്. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പിയായി അവസാനം ആ ഒരു ഈവൻ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ട്. പിന്നെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഒറ്റയടിക്ക് ഒരു ഡബിൾ തോട്ട് പോലും ഇല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് പോയതും എല്ലാം. ഇപ്പോഴും ഇനിയും ചാൻസ് കിട്ടിയാൽ പോകണം എന്ന് ഇപ്പോഴും ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗ്. പിന്നെ ഞങ്ങളുടെ MD നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് മൈ ടീം, ദിസ് ഈസ് അവർ ടീം. സോ ഇതാണ് ഞങ്ങൾ. സോ അത്രയൊക്കെ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. സോ ഇനി നമ്മളൊരിക്കലും ഒരു ബ്രേക്കോ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഐ ഹോപ്പ് അങ്ങനെ ഒന്നും ഉണ്ടാതിരിക്കട്ടെ. കാരണം എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്നത് ഇതിൻ്റെയാണ്. സോ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് തരാം. സോ ദാറ്റ്സ് ഇറ്റ്. So this is the end of the video. I hope you guys all enjoyed. So until we see again, this is me signing off. Bye. Thanks for watching. So before we end this video, ഞങ്ങളുടെ അടുത്ത ഫോട്ടോസ് കാണണ്ടേ, നമുക്ക് അതിലേക്കും കൂടി പോവാം. അത് കഴിഞ്ഞിട്ട് ബൈ ബൈ.